3 ഉരുളക്കിഴങ്ങും 2 കോഴിമുട്ട കൊണ്ട് നല്ല അടിപൊളി ഒരു സ്നാക്കായിരുന്നു നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്കിതങ്ങ് അരിഞ്ഞെടുക്കാം. ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. ഉരുളക്കിഴങ്ങെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാരാൻ വേണ്ടി ഒരു കിഴുത്ത പാത്രത്തിനകത്ത് വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് വെള്ളമായ ഒരല്പം പോലും കാണല്ലേ. ഒന്നും ഒരു ബട്ടർ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുള്ളൂ. അതിന് ശേഷം ഇങ്ങനെ നിരത്തി ഇതേ ബട്ടർ പേപ്പർ കൊണ്ട് തന്നെ ഇങ്ങനെ നാമിക്കി. ഇപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആ വെള്ളമായ എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പിറക്കി ബൗളിനകത്തോട്ട് ഇട്ട് കൊടുക്കും. ഈ കോഴിമുട്ടയുടെ പൊട്ടിച്ച് ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ അളവിലുണ്ട്. 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇത് ചാറ്റ് മസാല. ഇത് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഒറിഗാനോ, ഇത് ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂൺ അളവിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതേപോലെ കുറച്ച് മൈദ ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒരല്പം പോലും ചേർക്കാതെ വേണം ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതേപോലെ ഒന്ന് പുരട്ടിയെടുക്കുക. ഒരു 4-5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കണം. ഒരു പാൻ കൊണ്ട് വെച്ച് കൊടുക്കുക. ഇതൊന്ന് വാർത്തെടുക്കത്തക്ക രീതിയിലുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കൈ ഒന്ന് മുക്കിയിട്ട് നമുക്കിത് ഓരോന്നോരോന്ന് പറിക്കാൻ കൊടുക്കും. തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കാനായിട്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഇതേപോലെ ഒരു ബ്രൗൺ നിറം ആകുമ്പോഴത്തേക്കും ഇതൊക്കെ കോരിക്കൊട്ടെടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും കോരിയേക്കണം. നേരെ കിട്ടുമ്പോൾ ഇത് കുറച്ച് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്.